സ്വാഗതം. നിങ്ങളെല്ലാം കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ അടുത്ത ആഴ്ച കല്യാണം കഴിക്കാൻ പോവാണ്. ഇപ്പോഴുള്ള നമ്മുടെ ഈ വെഡ്ഡിംഗ് സീസണിൽ കല്യാണ പെണ്ണായിട്ട് ഞാൻ മാത്രമായിരിക്കില്ല, എന്നെ പോലെയുള്ള ഒരുപാട് പെണ്ണുങ്ങളുണ്ടാവും. അവർക്ക് വേണ്ടിയുള്ള ടിപ്സാണിത്. ഇന്നത്തെ എപ്പിസോഡ് ബ്രൈഡൽ ഹെൽത്തിനെ കുറിച്ചാണ്. ബ്രൈഡൽ ഹെൽത്തിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്കിന്നിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും തിളങ്ങുന്ന ആരോഗ്യമുള്ള സ്കിൻ വേണമെന്നുണ്ടാവും. ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷനായിട്ടും വിഷമിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, ആരോഗ്യമുള്ള സ്കിൻ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് ഫേഷ്യൽ, മൈക്രോഡെർമബ്രേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാമെന്ന്. പക്ഷെ അതൊരു ശരിയായ കാര്യമല്ല. അത് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയുമില്ല. വിഷമിക്കേണ്ട, അതിനുള്ള ശരിയായ റെമഡി ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. അതായത് ക്ലെൻസിങ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്. ഇത് നിങ്ങളുടെ കല്യാണത്തിന്റെ 2 മാസം മുമ്പെങ്കിലും തുടങ്ങേണ്ടതാണ്. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിനെ കുറിച്ചൊരു ധാരണയുണ്ടാവണം. പുതിയ പ്രോഡക്ട്സും മേക്കപ്സും ഉപയോഗിച്ച് എക്സ്പെരിമെന്റ് നടത്തേണ്ട കാലമല്ലത്. നിങ്ങൾക്ക് ഏതാണ് സൂട്ട് ആവുന്നത് അത് ഉപയോഗിക്കുക. നിങ്ങളുടെ സ്കിന്നിന് യോജിച്ച, അതായത് ഓയിലി ആണോ ഡ്രൈ ആണോ അതോ രണ്ടും ചേർന്നതാണെങ്കിൽ അതിന് ചേർന്ന മേക്കപ്സും പ്രോഡക്ട്സും ഉപയോഗിക്കുക. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഒരു സ്ക്രബ് ഉപയോഗിച്ച് നിങ്ങളുടെ ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യുക. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ശ്രദ്ധിക്കൂ. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫേഷ്യൽ സ്ക്രബിന്റെ ഒരുപാട് ടിപ്സ് ഉണ്ട്. നിങ്ങളുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻസ് റിമൂവ് ആയാൽ തന്നെ നിങ്ങളുടെ സ്കിൻ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങുന്നതാണ്. ഞാനൊരു ഈസി സ്റ്റീം ഫേഷ്യൽ വീട്ടിൽ ചെയ്യാറുണ്ട്. ഇതിനാവശ്യമുള്ളത് ഒരു പാത്രത്തിൽ കുറച്ച് തിളച്ച വെള്ളവും ഒരു പുതപ്പുമാണ്. ഈ സ്റ്റീം നിങ്ങളുടെ സ്കിന്നിലെ പോർസ് എല്ലാം ഓപ്പൺ ചെയ്ത് അതിലെ അഴുക്കുകളെല്ലാം പുറന്തള്ളുന്നു. അടുത്തതായി സൺസ്ക്രീനിനെ കുറിച്ച് എപ്പോഴും ഓർമ്മ വേണം. നിങ്ങളുടെ സ്കിൻ വെയിൽ കൊണ്ട് കറുക്കാതിരിക്കാനും വലിഞ്ഞു തൂങ്ങാതിരിക്കാനും പുറത്തു പോകുമ്പോൾ എപ്പോഴും സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുക. വെയിൽ കൂടുതലില്ലെങ്കിലും ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി SPF കൂടുതലുള്ള ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെക്കുറിച്ചും ശ്രദ്ധ വേണം. ഉപ്പും പഞ്ചസാരയും കലർന്ന് മിശ്രിതമാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു സ്ക്രബ് 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം ആഴ്ചയിൽ ദേഹത്ത് തേച്ച് കുളിക്കാവുന്നതാണ്. ഞാനൊരു പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ച് എന്റെ കാൽപാദങ്ങൾ ഉരച്ച് തേച്ച് കഴുകി വൃത്തിയാക്കാറുണ്ട്. അതിനുശേഷം ഒരു നല്ല ബേബി ഓയിൽ ശരീരത്ത് പുരട്ടും. അത് സ്കിൻ നല്ലവണ്ണം സോഫ്റ്റ് ആക്കുന്നു. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു കൊക്കോ ബട്ടർ ക്രീം ഉപയോഗിക്കാം. ഇതും സ്കിൻ നല്ലവണ്ണം സോഫ്റ്റ് ആക്കും. ഇത് നിങ്ങളുടെ ശരീരത്തെ മോയ്സ്ചറൈസർ ലോക്ക് ചെയ്ത് വെക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ധാരാളം വെള്ളം കുടിക്കൂ. നിങ്ങൾ മറ്റെന്തൊക്കെ കഴിച്ചാലും നിങ്ങളുടെ സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ നൽകുന്നത് വെള്ളമാണ്. പിന്നെ നിങ്ങളുടെ ശരീരം ഒരുപാട് ചൂടാകാതെയും സൂക്ഷിക്കുന്നു. ഒരു വെടിക്ക് 2 പക്ഷി. എനിക്കറിയാം, കല്യാണത്തിന്റെ കുറച്ച് ദിവസം മുമ്പ് തന്നെ ടെൻഷൻ തുടങ്ങും. പക്ഷെ എപ്പോഴും ഓർമ്മ വേണം, നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് റെസ്റ്റ് ആണ്. നല്ലവണ്ണം ഉറങ്ങണം. ഉറങ്ങിയില്ലെങ്കിൽ കണ്ണുകൾക്ക് റെസ്റ്റ് കിട്ടില്ല. അപ്പോൾ കണ്ണിന് ചുറ്റും കറുപ്പ് വളയം ഉണ്ടാവുന്നു. സോ നല്ലവണ്ണം ഉറങ്ങൂ. അപ്പോൾ കല്യാണത്തിന് കൺസീലർ ഉപയോഗിക്കേണ്ട. അവസാനമായി നിങ്ങളുടെ പല്ലുകളെ കുറിച്ച് നോക്കാം. നിങ്ങൾ കല്യാണത്തിന് മണിക്കൂറുകളോളം ചിരിക്കേണ്ടിയിരിക്കുന്നു. സോ പല്ലുകൾ വൃത്തിയായി സൂക്ഷിക്കൂ. പല്ലിന് നല്ല വെള്ള നിറം കിട്ടുവാനായി നിങ്ങൾക്ക് ചില ഈസി ടിപ്സ് പറഞ്ഞു തരാം. ഒന്നാമത്തേത്, കോഫി അവോയ്ഡ് ചെയ്യൂ. ഇത് നിങ്ങളുടെ പല്ലിന് കറ നൽകുന്നതാണ്. കോക്ക് പോലെയുള്ള ഡാർക്ക് ലിക്വിഡ്സ് കുടിക്കുമ്പോൾ സ്ട്രോ ഉപയോഗിക്കൂ. മൂന്നാമത്തേതായി, ലെമൺ ജ്യൂസും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ച ഒരു മിശ്രിതം മാസത്തിൽ 2 പ്രാവശ്യം ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ പല്ലിന് നല്ല വെള്ള നിറം നൽകുന്നു. പക്ഷെ ശ്രദ്ധിക്കണം, ബേക്കിംഗ് സോഡ നിങ്ങളുടെ എനാമൽ നശിപ്പിക്കുവാനും മോണയ്ക്ക് ഇറിറ്റേഷൻ നൽകുവാനും സാധ്യതയുണ്ട്. പക്ഷെ ബേക്കിംഗ് സോഡ ഒരു നാച്ചുറൽ ടീത്ത് വൈറ്റ്നർ ആണ്. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ തുടങ്ങണം. പുതിയതായി ഫേഷ്യലോ കളറിങ്ങോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് കുറേ ദിവസം മുമ്പേ തുടങ്ങണം. ചിലപ്പോൾ അത് നിങ്ങൾക്ക് സൂട്ട് ആയില്ലെങ്കിൽ നിങ്ങളുടെ കല്യാണ ദിവസം നിങ്ങളുടെ മുഖം വൃത്തികേടായി കാണും. അതൊരിക്കലും സംഭവിക്കരുത്. സോ ശ്രദ്ധിക്കൂ. ഇതുപോലെയുള്ള ടിപ്സാണ് ഞാൻ കുറെ ആഴ്ചകളായി എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതെനിക്ക് നന്നായി ഇണങ്ങുകയും ചെയ്തു. സോ നിങ്ങളും ഒരു കല്യാണ പെണ്ണാവാൻ പോവുകയാണെങ്കിൽ ഈ ടിപ്സ് എല്ലാം ഉപയോഗിച്ച് നിങ്ങളുടെ കല്യാണ ദിവസത്തേക്ക് തയ്യാറാകൂ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ ടിപ്സിനായി നമുക്ക് വീണ്ടും കാണാം.